Good morning all. Today we are going to discuss about a very important aspect in FMO, which is insider trading. Okay, so let's see what insider trading mean, who all are the parties who can be involved in insider trading, uh, what are the likely impacts of insider trading, and what constitutes insider trading, and what are the penalties for it. Okay, so insider trading is one of, we've been talking about speculation, speculative activities, and we've talked a bit about fraudulent activities as well. So insider trading is the prominent one among the fraudulent activities or fraudulent speculative activities in stock exchanges. Okay, so let's see what insider trading means. So look at the slide, you can understand trading using inside information or by an insider. So trading, you know what is trading, it is buying and selling of securities. So when trading is done by an insider or when trading happens using inside information, we can call it as insider trading. So purchase or sale of securities by persons who have access to unpublished information. So what is unpublished information? But before that we will see purchase or sale, that is trade. Purchase or sale of securities by those persons who have in their possession unpublished information. എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമായിട്ട് unpublished എന്ന് പറഞ്ഞാൽ എന്താ? Information which is not publicly available, which is not a public document. നോൺ പബ്ലിക് എന്നൊക്കെ നമുക്ക് പറയാം. സോ അൺപബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ നോൺ പബ്ലിക് ആയിട്ടുള്ള പബ്ലിക്കലി അവൈലബിൾ അല്ലാത്ത ലീഗലി ഒരു പബ്ലിക് ഡൊമൈനിലോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ അവൈലബിൾ അല്ലാത്ത ഇൻഫർമേഷനെയാണ് അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ എന്ന് പറയുക. സോ ദീസ് പേഴ്സൺസ് എൻഗേജ് ഇൻ ട്രേഡ് യൂസിങ് ദ അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ. അതായത് കുറച്ച് പേരുടെ കൈവശം മാത്രമേ ആ ഇൻഫർമേഷൻ ഉള്ളൂ, പബ്ലിക്കലി എല്ലാവർക്കും അതില്ല എന്ന് പറയുമ്പോൾ തന്നെ ആർക്കൊക്കെയോ കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ഇനി അൺപബ്ലിഷ്ഡ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ദെൻ ആക്സസ് ടു പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പറയുന്ന ഇൻസൈഡേഴ്സിന് ഒന്നെങ്കിൽ ഇൻസൈഡ് ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇൻസൈഡർ എന്ന് പറഞ്ഞു. അവർക്ക് അവരുടെ പൊസിഷനിലുള്ള ഇൻഫർമേഷൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺ, ഇറ്റ് ഈസ് അൺപബ്ലിഷ്ഡ്, അവർക്ക് മാത്രമായിട്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാത്രമായിട്ട് അവൈലബിൾ ആണ്. സെക്കൻഡ്, ഇറ്റ് ഈസ് പ്രൈസ് സെൻസിറ്റീവ്. പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഓഫ് എ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അതാണ് ഇവിടെ പറയുക. ഇൻഫർമേഷൻ വിച്ച് ഇസ് ലൈക്ലി ടു അഫക്ട് ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്. പ്രൈസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഇൻഫർമേഷനാണ് എന്ന് നമുക്ക് ഒന്നെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ പ്രൈസ് സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വി മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ദ ഷെയർ പ്രൈസസ്, അല്ല, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ അവർ ആൻറ്റിസിപ്പേഷൻ റിഗാർഡിംഗ് ദ ഷെയർ പ്രൈസസ് ഓർ വൊളാറ്റിലിറ്റി ഓഫ് ദ ഷെയർ മാർക്കറ്റ്, അല്ലേ? എങ്ങനെയായിരിക്കും പ്രൈസ് മൂവ്മെൻറ്റ്സ് എന്നൊക്കെ ഒന്ന് ഗസ് ചെയ്തിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ഡിസിഷൻ നടത്തുക. അപ്പോൾ ഈ ഒരു പർച്ചേസ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ, ഷെയർ പ്രൈസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ എന്നുള്ളതാണ് പ്രൈസ് സെൻസിറ്റീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. സോ ഇൻഫർമേഷൻ വിച്ച് ഇസ് ലൈക്ലി ടു അഫക്ട് ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്. affecting the price of securities എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that naturally has an impact on the buying decision or the decision regarding the buying of securities or selling of securities. Okay, decision making regarding securities, whether to buy or sell, അതിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫർമേഷനാണ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. സോ ഇമ്പാക്ട് ഓൺ ദ ഡിസിഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സോ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സോ ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ഓൾ അബൌട്ട് ട്രേഡിംഗ് ബൈ എൻ ഇൻസൈഡർ യൂസിങ് എൻ ഇൻസൈഡർ ഇൻഫർമേഷൻ ഓർ ഇൻസൈഡ് ഇൻഫർമേഷൻ. ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ആൻ അൺപബ്ലിഷ്ഡ് വൺ. That information is a price sensitive information. So unpublished means it is not publicly available. Then price sensitive means it is likely to impact the prices. It may have a substantial impact on the decision making of the investor. Okay, now moving on. Who all are the insiders? Insiders എന്ന് പറഞ്ഞാൽ ആ ഒരു കീ പേഴ്സൺസ് എന്നാണ് അർത്ഥം. ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ആകാം,
കീ പേഴ്സണൽ ആകാം, കമ്പനിയിലെ ടോപ്പ് ഓഫീസേഴ്സ് ആകാം, കീ എംപ്ലോയീസ് ആകാം, ഗവൺമെൻറ് ഓഫീസേഴ്സ് ആകാം, ഓർ ഒഫീഷ്യൽസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ സെബി, ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ ഇൻസൈഡേഴ്സ് എന്ന് പറയുക. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആരൊക്കെയാണ് ഇൻസൈഡേഴ്സ്. സോ ഒരു ഇൻഫർമേഷന് ആക്സസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്വന്തമാക്കാൻ ചാൻസ് ഉള്ള വ്യക്തികളെല്ലാം ഇൻസൈഡേഴ്സ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരും. സോ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇതൊരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ആണ്, അതൊരു ഒഫൻസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിൽ പ്രൊഹിബിറ്റഡ് ആണ്. സോ ഈ ഒരു സെന്റൻസിൽ നമ്മളത് എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആക്ട് എന്തിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു പറയുന്നു. ഇറ്റ് ടോക്സ് അബൌട്ട് വാട്ട് ആൻ ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ആസ് വെൽ. സോ ആക്ട് പ്രൊഹിബിറ്റ്സ് ആൻ ഇൻസൈഡർ വിത്ത് ആക്സസ് ടു പ്രൈസ് സെൻസിറ്റീവ് അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ ഫ്രം ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി. സോ വാട്ട് ഈസ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പറയാം. എന്താ നമ്മൾ പറയുക? ട്രേഡിംഗ് ഓർ ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ബൈ ഇൻസൈഡേഴ്സ് who have access to price sensitive unpublished information. Okay, so dealing or trading in securities of a company by insiders who have access to price sensitive or unpublished information of a company. You can also keep on explaining what is unpublished, what is price sensitive, who is an insider and all that. അതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇനി പ്രൈസ് സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു ദ കമ്പനി. എങ്ങനെയും ആകാം. ഡയറക്ട്ലി റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ്, പീരിയോഡിക് പ്രോഫിറ്റബിലിറ്റി ഓർ അതർ റേഷ്യോസ് എന്നൊക്കെ പറയുന്നത് കമ്പനിയായിട്ട് ഡയറക്റ്റ് റിലേഷനുള്ള ഇൻഫർമേഷനാണ്. ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്, മെർജേഴ്സ്, കമ്പനിയുടെ പ്ലാൻസ് എന്തൊക്കെയാണ് റിഗാർഡിങ് എക്സ്പാൻഷൻ ഓർ മെർജേഴ്സ്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, ദെൻ ഡിവിഡൻഡ് ഇഷ്യൂ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണോ, ദെൻ ഇസ് ദർ എ റൈറ്റ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ ഹാപ്പനിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനിയുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ്. ഇനി കമ്പനിയുമായിട്ട് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ദ ഗവൺമെന്റ് പോളിസീസ്, ദ റെഗുലേഷൻസ് ബൈ റെഗുലേറ്റേഴ്സ് ഓർ ഗവൺമെന്റ്, അങ്ങനെയുള്ളതൊക്കെ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള എന്നാൽ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഓക്കെ, now moving on to the forms. ഏതൊക്കെ രീതിയിൽ ഇൻസൈഡർ ട്രേഡിംഗ് നടക്കാമെന്നാണ് പറയുക. പല രീതിയിൽ നടക്കാൻ ഞാൻ കുറച്ച് പേർക്ക് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ബോർഡ് ഓഫ് ഡയറക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കീ എംപ്ലോയി ആണെങ്കിൽ എനിക്കറിയാം അല്ലേ എന്താണ് കമ്പനിയിലെ സംഭവങ്ങളെന്ന്. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ തന്നെ എനിക്ക് വേണ്ടി മറ്റാരിലൂടെയെങ്കിലും ട്രേഡിംഗ് നടത്തുന്നതാവാം, അതല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒക്കെ ഞാൻ ഈ വിവരം ഷെയർ ചെയ്യുകയും അവരതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡിംഗ് നടത്തുകയും ചെയ്യുന്നതാവാം. ഓക്കെ, അതാണ് ഒരു രീതി എന്ന് പറയുക. സോ ഫ്രണ്ട്സ് ഓർ ഫാമിലി ഓഫ് കോർപ്പറേറ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ട്രേഡ് വിത്ത് ഇൻഫർമേഷൻ ഷെയർ, അത് രണ്ട് രീതിയിലാകാം. ഒന്നുകിൽ ബേസിക്കലി ഇവിടെ നമ്മൾ പറയുന്നത് ദ ഫാമിലി ഓർ ഫ്രണ്ട്സ് ഓഫ് എംപ്ലോയീസ് ഓർ കീ പേഴ്സൺസ് ഓർ ഡയറക്ടേഴ്സ് കം ടു നോ അബൌട്ട് ദ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, അവരതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡിംഗ് നടത്തുന്നു. ഓക്കെ, സോ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മോഡേണൈസേഷൻ പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് ക്യാൻ ബി ബോട്ട് ആഫ്റ്റർ വിച്ച്, കാരണം അത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മെർജർ ഒക്കെ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇതാണെങ്കിൽ ഒരു വലിയ കമ്പനിയുമായിട്ടാണ് മെർജർ എങ്കിൽ നാച്ചുറലി അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ഷെയർ പ്രൈസസ് കൂടും എന്നുള്ള ഒരു വിവരം എനിക്ക് കിട്ടി. ഷെയർ പ്രൈസസ് കൂടുന്നത് എൻ്റെ ഗസ്സാണ്. സോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊരു വിവരം കിട്ടുമ്പോഴേ ഞാൻ സെക്യൂരിറ്റീസ് വാങ്ങുകയാണെങ്കിൽ അതൊരു ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. ഓക്കെ, നൗ ഗവൺമെന്റ് ഓഫീഷ്യൽസ് വിത്ത് ആക്സസ് ടു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. സെക്കൻഡ് പോയിന്റ്, ഗവൺമെന്റ് ഓഫീഷ്യൽസ് വിത്ത് ആക്സസ് ടു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ് ഓഫീഷ്യൽസിനാണ് അറിയാവുന്നത് ഈ പറയുന്ന എന്താ പറയുക റെഗുലേഷൻസിലെ ചേഞ്ച്, പോളിസീസിലെ ചേഞ്ച് ഒക്കെ അല്ലേ. സോ എന്തെങ്കിലും ഒരു റെഗുലേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ അഫക്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ ഷെയർസ് എനിക്ക് വാങ്ങാലോ. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്നതാണ് മറ്റൊരു രീതി എന്ന് പറയുക. സോ ഒരു പോസിറ്റീവ്ലി ഒരു ഇൻഡസ്ട്രീനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് ആ ഇൻഡസ്ട്രിയുടെ ഷെയർസ് വാങ്ങുന്നതാകാം. അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഹു ഹാവ് ആക്സസ് ടു, തേർഡ് പോയിന്റ്, പ്രൊഫഷണൽസ് ഹു ഹാവ് ആക്സസ് ടു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ കമ്പനി. പ്രൊഫഷണൽസ് പറഞ്ഞാൽ അഡ്വക്കേറ്റ്സ് ഓർ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഓഡിറ്റേഴ്സ്, ദെൻ ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് എന്നൊക്കെ പറയുന്നവരാകാം അല്ലേ. അവർക്കൊക്കെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കാണാനും അതെടുത്ത് പെരുമാറാനും ഒക്കെ ചാൻസ് കിട്ടുന്നവരാണ്. സോ അവർക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കമ്പനിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് അവർ ട്രേഡിംഗ് നടത്തുന്നതാവാം. അല്ലെങ്കിൽ എംപ്ലോയീസ് ഓർ കീ പേഴ്സൺ, ഫോർത്ത് പോയിന്റ്, എംപ്ലോയീസ് ഓർ കീ പേഴ്സൺസ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിത്ത് സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ ദേ ഹാവ്. അവരാണ് ഏറ്റവും എല്ലാം അറിയാവുന്നത് അല്ലെ. ഡയറക്ടേഴ്സിന് അതിനെ കുറിച്ചൊക്കെ ഒരു വിവരം ഉള്ളപ്പോൾ ഡയറക്ടേഴ്സിന് തന്നെ നേരിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർ മറ്റാരിലൂടെയെങ്കിലും അവർ ട്രേഡിംഗ് നടത്തുന്നതാവാം. സോ ഇതൊക്കെ ഓരോരോ ഫോംസ് ആണ് ഇൻസൈഡർ ട്രേഡിങ്ങിന്റെ.
ഇനി ഇതിന്റെ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട് ഇതിനെ ഒന്ന് കർട്ടെയിൽ ചെയ്യാനായിട്ട്, ഇൻസൈഡർ ട്രേഡിങ്ങിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ സ്റ്റിൽ ഇൻസൈഡർ ട്രേഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന പെനാൽറ്റിക്ക് ഉണ്ടെങ്കിൽ ഇൻസൈഡർ ട്രേഡിംഗ് ഇന്ത്യയിൽ അൺചെക്ഡ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രൂവ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് നടന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇനീഷ്യൽ ഇൻക്വയറി പ്രോസസ്സ് ഒന്നും അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അതൊക്കെ കുറച്ചുകൂടി ഇനിയും സിസ്റ്റമാറ്റിക് ആകേണ്ടതുള്ളത് കൊണ്ടും ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത് കൊണ്ടും പെനാൽറ്റി ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഇൻസൈഡർ ട്രേഡിംഗ് നടക്കുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ട്രേഡിംഗ് ഇൻസൈഡർ ട്രേഡിംഗിന്റെ പെനാൽറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നിന്ന് കിട്ടിയ എന്താണ് ഇതിന്റെ പ്രൊസീഡ്സ്, അത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ഹയർ അത് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. സോ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ല, ഒരു മെയിൻ അതിൽ നിന്ന് കിട്ടിയ പ്രൊസീഡ്സ് എന്താണോ അതിനെ കോസ്റ്റ് പ്രൈസ്, ആ സെക്യൂരിറ്റിയുടെ പ്രൈസ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ഹയർ അത് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ ഇതൊരു പണിഷബിൾ ഒഫൻസ് ആയതുകൊണ്ട് തന്നെ ജയിൽ അല്ലെങ്കിൽ പ്രിസൺ ടേം കിട്ടാം, ഇംപ്രിസൺമെന്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് അപ് ടു 10 years, 10 വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിച്ചേക്കാം. പിന്നെ പെനാൽറ്റി എന്ന് പറയുന്നത് 25 crore or 3 times the amount made out of insider trading. ഇൻസൈഡർ ട്രേഡിംഗ് ഉണ്ടാക്കിയ ഒരു പ്രോഫിറ്റിന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 25 കോടി വരെ ആണ് പെനാൽറ്റി ആയിട്ടൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന പെനാൽറ്റി സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് ടു ബി അക്സെപ്റ്റഡ് ദാറ്റ് ഇൻസൈഡർ ട്രേഡിംഗ് ഡസ് ഹാപ്പൻ. അതുകൊണ്ടാണ് സെബിയൊക്കെയും ഇത്രയും സർവൈലൻസ് മെക്കാനിസംസും ഇത്രയും സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവരാനായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് അവർ ഡിസ്കഷൻ ഓൺ ഇൻസൈഡർ ട്രേഡിംഗ്. ഐ ഹോപ്പ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ. വായിച്ച് മനസ്സിലാക്കാൻ ഇൻസൈഡർ ട്രേഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നറിയുക, ആരൊക്കെയാണ് അതിൽ എൻഗേജ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് അറിയുക, ഇതിൻ്റെ ഫോംസ് ആൻഡ് പെനാൽറ്റി, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ടോപ്പിക്, എ വെരി സ്മോൾ ടോപ്പിക്. പ്ലീസ് ടു വാച്ച് ദ വീഡിയോ, അണ്ടർസ്റ്റാൻഡ്, മേക്ക് അസൈൻമെൻറ്റ്സ്. ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ലേൺ ഇറ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.